എല്ലാവർക്കും നമസ്കാരം. ഏകദേശം ഒരു മാസത്തിന് മുമ്പ് എനിക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു വീട്ടമ്മയാണ് ഫോണിൽ സംസാരിച്ചത്. ഈ വീട്ടമ്മയുടെ ഭർത്താവ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2 വർഷമായി അവരുടെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ട് അടുത്ത വീട്ടിലെ ഗൃഹനാഥനാണ് ഈ സ്ത്രീയെ അനുദിന കാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും നല്ല ഒരു അയൽക്കാരൻ തന്നെയാണ്. ആ കുടുംബം സഹായിച്ചുകൊണ്ടിരുന്നു. നിരവധി ദൈനംദിന ആവശ്യങ്ങളിൽ ഈ മനുഷ്യൻ്റെ സഹായം ഈ വീട്ടമ്മ തേടുകയുണ്ടായി. വാഹനം ഓടിക്കാൻ അറിയാൻ വയ്യാതിരിക്കുന്ന ഈ സ്ത്രീക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിലും വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു സഹായത്തിനും മുൻനിരയിൽ ഈ അയൽക്കാരൻ ഉണ്ടായിരുന്നു. വീട്ടമ്മ ഏറെ കാര്യങ്ങൾ ഈ അയൽക്കാരനുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി. വിഷമങ്ങളും ദുഃഖങ്ങളും ആകുലതയും ഒക്കെ ആ കുടുംബവുമായിട്ട് ഒന്നിച്ച് പങ്കുവയ്ക്കാനും തുടങ്ങി. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഈ വീട്ടമ്മയുടെയും ഏകദേശം 13 വയസ്സോളം പ്രായമുള്ള ഏക മകളുടെയും കാര്യത്തിൽ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നതായി വീട്ടമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചില കാര്യങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ പല കാര്യങ്ങൾക്ക് സഹായം ലഭിക്കാതായി. അത്രയും നാളും മറ്റൊരാളുടെ സഹായത്തോടെ ജീവിച്ച വീട്ടമ്മയ്ക്ക് ചില കാര്യങ്ങൾ ഇയാളുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയും വന്നു. ഒരു പ്രേമ വിവാഹത്തിന് ശേഷമാണ് ഈ വീട്ടമ്മയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. 2 വീട്ടുകാരുടെയും സപ്പോർട്ട് ഇവർക്ക് ഇല്ല എന്നുള്ള കാര്യവും വിശദമായി സ്വന്തം കാര്യങ്ങൾ വിശദീകരിച്ചതിനിടയിൽ ഈ അയൽക്കാർ അറിഞ്ഞിരുന്നു. ആ ഒരു അറിവ് അയാൾ മുതലെടുക്കാൻ തുടങ്ങി. ഈ സ്ത്രീക്ക് വേറെ ആരോടും ഇതേപ്പറ്റി പറയുവാനോ ഇയാളുടെ അമിത സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കാനോ സാധിക്കാത്ത ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. മാത്രമല്ല പല കാര്യങ്ങളും ഭർത്താവിനെ ഫോൺ ചെയ്ത് അറിയിച്ച് ഈ വീട്ടമ്മയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാനും ഈ അയൽക്കാരന് സാധിച്ചു എന്നതാണ് വാസ്തവം. വീട്ടമ്മ പറയാൻ തുടങ്ങി, തനിയെ ജീവിക്കുന്ന എനിക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. നല്ലൊരു മനുഷ്യനാണ് ഇയാൾ എന്ന ധാരണയിലാണ് ഞാൻ ഇത്രയും അയാളെ വിശ്വസിച്ച് പൈസ സംബന്ധമായ കാര്യങ്ങൾ വരെ ആ ആളാണ് കൈകാര്യം ചെയ്തിരുന്നത്. സംശയമുള്ള കാര്യങ്ങൾ തുറന്ന് ചോദിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്ക് സാമ്പത്തിക കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വർക്കേഴ്സിനെയും കോണ്ടാക്ട് ചെയ്യുന്നതും അതിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതും ഒക്കെ ഈ മനുഷ്യനായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടമ്മയെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയം, സ്വന്തം മകളെപ്പോലെ തന്നെ കരുതിയിരുന്ന ഈ മനുഷ്യൻ അത്ര നല്ലല്ലാത്ത രീതിയിലുള്ള സംസാരം മോളുടെ അടുക്കൽ ഉണ്ടാകുന്നതായി ഈ വീട്ടമ്മയ്ക്ക് അറിയാനായിട്ട് സാധിച്ചു. അവർ പറയുകയാണ്, ഇത്രയും അടുത്ത് ഇടപഴകിക്കൊണ്ടിരുന്ന ആ കുടുംബവുമായി ഒരു വഴക്കിന് പോയിട്ടുണ്ടെങ്കിൽ പല രീതിയിലും ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു അഭിപ്രായം ചോദിച്ചു വന്നതാണ് ഫോൺ കോൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിചയമില്ലാത്ത പല വ്യക്തികളെയും പരിചയമുള്ള പല വ്യക്തികളെയും അമിതമായി ആശ്രയിച്ച് കഴിയുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇതൊരു ഉരാക്കുടുക്കായി മാറുന്നത് പല അനുഭവങ്ങളിലൂടെയും എനിക്ക് അറിയാനിടയായിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുടുങ്ങിപ്പോകുന്നത് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. അല്പമെങ്കിലും നന്നായി പെരുമാറുന്ന വ്യക്തികളോട് നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യവും തുറന്നു പറയുന്നത് ഏറെ ദോഷം ചെയ്യും
കുറേ നാളുകൾക്ക് ശേഷം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനാവശ്യമായി കുടുംബത്തിലെ കാര്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ദോഷവശം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നാം എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. തുറന്നു പറയുന്ന പല കാര്യങ്ങളും കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ ഭീഷണിയായി തീരുന്നത് നമുക്ക് ഇതിനു മുൻപും അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ളതല്ലേ? ചെറുപ്പക്കാരായ യുവതികൾ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ സഹായം തേടുമ്പോൾ വേറൊരു നാട്ടിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം, വേറൊരു രാജ്യത്ത് ജോലിക്ക് പോകുമ്പോഴായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും പരമാവധി ഒരാളിൽ നിന്ന് മാത്രം സഹായം തേടുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ആവശ്യമായി വന്നാൽ പല വ്യക്തികളിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ മാത്രം നാം സഹായം തേടേണ്ടതുണ്ട്. ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള ഒരു വീട്ടമ്മയായിരുന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാനാണ് നാം പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പം ആ ഒരു വീട്ടമ്മയുമായി പങ്കുവച്ച 1-2 വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകായിരം വ്യക്തികൾക്ക്, അത് ഏത് പ്രായത്തിലുള്ളവരും ഏത് തരത്തിൽപ്പെട്ടവരും ആകട്ടെ, തീർച്ചയായിട്ടും പ്രയോജനകരമാകും എന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ആദ്യമായി ആത്മീയമായി ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. ആവശ്യമില്ലാത്ത സംസാരം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. അതും ഒരാളോട് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ട ഒരാവശ്യം അവിടെ ഇല്ല. സംസാരം കഴിവതും നിയന്ത്രിച്ചാൽ ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഒന്നിച്ച് യാത്ര പോയപ്പോൾ ഉള്ള ചില ഫോട്ടോസ് അടക്കം ആ മനുഷ്യൻ്റെ കയ്യിലുണ്ട്. ഇനി അത് ഏത് രീതിയിൽ പ്രയോഗിക്കും എന്ന് നമുക്കൊരിക്കലും പറയാനും പറ്റില്ല. വചനം നമ്മോട് പറയുകയാണ്, എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത്, അത് നിൻ്റെ സന്തോഷം കെടുത്തിയേക്കാം. തീർച്ചയായും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം സംസാരത്തിലോട്ട് കടക്കുമ്പോൾ എത്രയും സംസാരം കുറയ്ക്കുകയും ആ സമയം കൂടെ പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്യുക എന്നതാണ് പരമപ്രധാനം. സങ്കീർത്തനം 141:3 ഇങ്ങനെ പറയുന്നു, കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആരോട് സംസാരിക്കണമെങ്കിലും പ്രധാനപ്പെട്ട ഏത് കാര്യമാണെങ്കിലും ചുണ്ടിലൊരു കുരിശ് വരച്ച് ലൂക്ക 12:11-12 വചനം, നിങ്ങൾ ഭരണാധികാരികളുടെ അടുക്കൽ പോകുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങളായിരിക്കില്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. കർത്താവ് ഈ വചനത്തിൻ്റെ അഭിഷേകം അനുസരിച്ച് അങ്ങ് എനിക്ക് വേണ്ടി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടേ സംസാരം ആരംഭിക്കുകയുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട ഫോൺ കോൾ ആണെങ്കിലും കൗൺസിലിംഗ് കോളാണെങ്കിലും എല്ലാം. നമ്മുടെ നാവിനെയും അധര കവാടത്തെയും ഏത് സംസാരത്തിൻ്റെ ഇടയിലും ദൈവത്തിനൊന്ന് സമർപ്പിച്ചിട്ട് നമുക്കൊന്ന് ആരംഭിച്ചാലോ? നമുക്കറിയാം, വചനം ഇങ്ങനെയും പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. പല കാര്യങ്ങളും തനിയെ ചെയ്യേണ്ടി വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് അത് അത്ഭുതകരമായി ഒരു മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം കൊണ്ടുപോകുന്നത് തൊട്ടറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ദൈവം നമ്മെ സഹായിക്കും. ചിലപ്പോൾ ചില മനുഷ്യരിലൂടെ ആയിരിക്കും എന്നുള്ളത് വാസ്തവം തന്നെ. എങ്കിലും പല കാര്യങ്ങളും ദൈവത്തിൻ്റെ കൈ പിടിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു അനുഭവ പാഠമായി ഇത് ഒരുപാട് പേർക്ക് പ്രയോജനകരമാകട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം പല അനുഭവങ്ങളിൽ ഇത് തന്നെ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു ടോപ്പിക്ക് ഇന്നെടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദൈവം വഴി നടത്തട്ടെ. മനുഷ്യരെക്കാൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ നാവിനെയും അധര കവാടത്തെയും
ദൈവത്തിന് ഭരമേൽപ്പിക്കുക. പറയുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.